ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിച്ചസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. വെക്കേഷൻ ടൈമാണ്. വാൻകൂവറിൽ നമ്മൾ ലോസ് ഏഞ്ചൽസിലേക്ക്, അവിടെ നിന്ന് ദുബൈയിൽ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മൾ റെഡിയായി നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മുടെ ഫ്രണ്ട് വന്ന് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഇതാ ചെക്കിംഗ് പരിപാടികളൊക്കെ കഴിച്ചു നമ്മൾ നേരെ വെസ്റ്റ് ജെറ്റിലാണ് നമ്മൾ ഇന്ന് വാൻകൂവറിൽ നിന്ന് ലോസ് ഏഞ്ചൽസ് വരെ പോകുന്നത്. ഫ്ലൈറ്റ് റെഡിയാക്കാൻ കുറച്ച് സമയമുണ്ട്. അപ്പം സാധാരണ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയായിട്ടേക്ക് തുടങ്ങിയതാണ്. പക്ഷേ അത് നമ്മൾ ഒരിടത്തിൽ ബ്ലോക്കായി ഗൈസ്. ലാക്കോമിന്റെ ഇഡോൾ വേണമെന്ന് പറഞ്ഞ് രഞ്ജിനി പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ഡീലുണ്ട്, എന്നാൽ പിന്നെ മേടിച്ചേക്കാമെന്ന് വെച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബോർഡിംഗ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അകത്ത് കയറി വിൻഡോയിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു. മെനു ഒക്കെ നോക്കി. മെനു വളരെ ബേസിക് ആയിട്ടുള്ളൊരു മെനു ആണ്. നമ്മൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് കാഴ്ചകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഇതാ ഇങ്ങനെ പല ഫ്ലൈറ്റുകൾ മൂവ് ചെയ്ത് തുടങ്ങി. വെസ്റ്റ്ജെറ്റിന്റെ ഇതാ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മളിതാ ടേക്ക് ഓഫിനുള്ള ടൈമാണ്. നമ്മൾ പറക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. വാൻകൂവറിന്റെ ആകാശവിധാനത്തിലൂടെ പറന്ന് നമ്മൾ ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 hour യാത്രയായി കഴിഞ്ഞ് നമ്മൾ വാൻകൂവറിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലെത്തി. ഫ്ലൈറ്റിൽ വലിയതായിട്ട് ഫുഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാ ചില്ലി ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ ചൈനീസ് ഫുഡിനകത്തെല്ലാം ഈ ഒരു കളറിലാണല്ലോ വരിക. അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എനർജിയൊക്കെ വേണം. ഇനിയിപ്പോൾ ഈ ടെർമിനലിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയാലാണ് നമുക്ക് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കിട്ടുക. രഞ്ജിനി ഇതാ അങ്ങനെ എനർജിയൊക്കെ സംഭരിച്ചിരിക്കുന്നു. ഫുഡും കഴിഞ്ഞ് നമ്മൾ ഇതാ നമ്മുടെ ടെർമിനലിലെത്തി. അപ്പോൾ ഇതാ അവിടെ ആയിട്ട് 380 ഇങ്ങനെ റെഡി ആയി കിടപ്പുണ്ട്. 380ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ടല്ലോ. ആ ഒരു ഫ്ലാഗും ആ എഴുത്തും ഒക്കെ കൊള്ളാം അല്ലേ. അപ്പൊ ലോഞ്ചിങ്ങിന് ഇരുന്നപ്പോഴാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബ്രസി സാർ മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ.
പറയുവാണെങ്കിൽ കാഴ്ച, ഭ്രമരം, ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ആടുജീവിതം വരെ ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ, പല തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ബ്ലസ് സാറുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഗോവയിലുള്ള ഫിലിം ഫെസ്റ്റിവലിൽ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ദുബായ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു ഫാൻ ബോയിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, ഒരുപാട് നമ്മൾ കേട്ടിട്ടും കാണാത്തതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതാ നേരെ ഫ്ലൈറ്റിലേക്ക്. അപ്പോൾ ഇതാ 380 അവിടെ നമ്മുടെ ലോഞ്ചിന് അടുത്ത് തന്നെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റിനകത്ത് നമ്മൾ കയറി. ബോർഡിംഗ് പരിപാടികൾക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. അകത്ത് കയറി, വലിയ ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വിശാലമായ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ലെഗ് സ്പേസ് കുറച്ച് കൂടുതലുണ്ടെന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളങ്ങനെ ലോസ് ഏഞ്ചൽസിൻ്റെ മാനത്തേക്ക് പറന്നുയരുകയാണ്. കൊള്ളാം, US ഒരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളിതാ ഇങ്ങനെ ദുബൈയിലേക്ക്. ഇനി ഒരു 16 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു 1.5 ഇരിപ്പ് തന്നെയാണ് ഗൈസ്. അപ്പം അതിനിടയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫുഡ്സൊക്കെ കിട്ടും. അതുമാത്രമാണ് ഏക ആശ്വാസം. കണ്ടതും കാണാത്തതുമായ കുറച്ച് മലയാളം മൂവി കാണാം, അതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഫുഡ് എത്തി. അതിനകത്തുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസ് പോലൊരു പുലാവാണ്, പിന്നെ പുഡിങ്, വാട്ടർ, ആപ്പിൾ ജ്യൂസ്, ഒരു ബണ്ണൊക്കെ ആയിട്ട് ബേസിക് നമ്മൾ ഫ്ലൈറ്റ് കിട്ടില്ലേ ആ ഒരു സാധനം തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ഇങ്ങനെ എന്താ പറയുക, ഫസ്റ്റ് ഒരു ഫുഡ് നല്ല ഇമ്പ്രഷനൊക്കെ ആയിരുന്നു. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എമിറേറ്റ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, അതെപ്പോഴും അവർ കീപ്പ് ചെയ്യും. പിന്നെ ഒരു സാൾട്ടി ആയിട്ടുള്ള പുഡിങ്, അതും അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു കിട്ടിയത്. ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ സമയം കളയണമല്ലോ. അപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ മാപ്പിംഗ് നോക്കി എവിടെ എത്തി. അതൊക്കെ ആലോചിച്ച് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പം ഇതാ എഴുത്തി നമ്മുടെ കോഫിയുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മിനി പിസ്സയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്ത സാധനം എത്തി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കുറേ അധികം ഫുഡെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പല ടൈപ്പിൽ പല സമയത്തായിട്ട് അവരിങ്ങനെ കൊണ്ടുതരും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഫണ്ണുണ്ട് ഗൈസ്. എന്താണെന്നറിയോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പം നമ്മൾ ദുബൈയിലെത്തി കഴിഞ്ഞാലോ, അവിടെ ഈവനിങ് ടൈമിലാണ് നമ്മൾ എത്തുന്നത്, 7:30. അപ്പോൾ ഈ ടൈം സോൺ മാറുന്നതിൻ്റെയൊക്കെ ഫണ്ണറിയണമെന്നുണ്ട് നമ്മൾ ഈ ഫ്ലൈറ്റ് ആയിരുന്നു ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ തന്നിരുന്നത്. അതും കഴിച്ച് കണ്ണടച്ച് തുറന്നപ്പോൾ ഇതാ ദുബൈയുടെ മാനത്തെത്തി. നമ്മൾ അങ്ങനെ മനോഹരമായിട്ട് മിന്നിത്തിളങ്ങിക്കുന്ന ദുബായ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഫ്ലൈറ്റിലിരിക്കുകയാണ്. രസകരമായ കാഴ്ച കേട്ടോ. ആ ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ കൊള്ളാം. ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ദുബായ്, അത് നല്ല രസമുണ്ട്. ആ കടലിൻ്റെ തീരമൊക്കെ കാണാനും ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. ദുബായ് എയർപോർട്ടിലെത്തി വെളിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ മനസ്സിലാകുന്നുണ്ട്. കാനഡയിലെ ആ ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ. അതിൽ നിന്ന് മാറി ഇത് ആ ഒരു 27 വരുമ്പോൾ അല്ലേ, ആ ഒരു വേരിയേഷനൊക്കെ ശരീരത്തിൽ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റൊക്കെ ഇവിടെ ടെർമിനൽ 3 എത്തിയത്. അപ്പോൾ അവിടുന്ന് നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് താഴെ ഇറങ്ങി അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അറൈവൽ സെക്ഷനിൽ ചെല്ലണം. അതിന് ഇവിടെ തന്നെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ട്രെയിൻ ഉണ്ട്, അപ്പോൾ അതെടുത്ത് പോയാൽ മതി എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലിഫ്റ്റൊക്കെ എടുത്ത് നമ്മൾ താഴോട്ടിറങ്ങി. അങ്ങനെ നമ്മൾ ഇനി ടെർമിനൽ 3 അങ്ങേയറ്റത്ത് ചെന്ന് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇനിയിപ്പം വിസയുടെ കാര്യമൊക്കെ ഇങ്ങനെ പല ന്യൂസാണ് പല സമയത്തും പലരും പറയുന്നത്. അപ്പോൾ അതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ എമിറേറ്റ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഇവിടെ വന്ന ശേഷം കനേഡിയൻ ഡോളർ ഇവിടുത്തെ ദിർഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അവിടെ ഫീസ് അടയ്ക്കണമെന്നൊക്കെയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടു. ദുബായ് എയർപോർട്ടിന് വെളിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എമിറേറ്റ്സിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുത്തപ്പോൾ അവരെ കസ്റ്റമറെ കേരളത്തിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞിരുന്നത് നമുക്കിവിടെ ഓൺ അറൈവൽ വിസയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണം, ആ ഒരു ഫോം അയച്ചു തരാം നേരത്തെ നമുക്കുള്ള, അത് ഫിൽ ചെയ്ത് എഴുതാതൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും ചെയ്തില്ല. ഇവിടെ വന്നു, കൗണ്ടറിൽ വന്നു. നമുക്കിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്തിറങ്ങി വരാൻ ഓടിക്കുന്നപ്പോൾ അവർ പറഞ്ഞു ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോയി. അവിടെ ചെന്ന് അവർ സ്കാൻ ചെയ്തു
അതിന് കൂടി 10 GB മൊബൈൽ സിം തന്നിട്ടുണ്ട്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, വിസിറ്റ് പേയ്മെന്റ് ഒന്നുമില്ല. പാക്കേജ് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലോട്ടുള്ള യാത്രയാണ്. ദുബൈയിലെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ദേറയിലുള്ള റമദയിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് വന്നു, എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ അങ്ങനെ ഇവിടെ ഹോട്ടലിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് നമ്മളുടെ ഒരു കോഴിക്കോട് സ്റ്റാർ ഉണ്ട്. കോഴിക്കോട് സ്റ്റാറിൽ പോയിട്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷായിട്ടുള്ള ഹമൂർ കഴിക്കണമെന്ന്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് മെനുവിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാലും മെനു ഒക്കെ വന്നു. അത് മാത്രമല്ലല്ലോ, നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന്. കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള മെനു ഇവർക്കുണ്ട്. അപ്പം നമ്മുടെ തനി നാടൻ ഫുഡാണ് ഇവിടെ ഉള്ളത്. ദുബൈയാന്ന് പറഞ്ഞാലും കേരളത്തിലെ എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം നമ്മളുടെ ചേട്ടൻ നമുക്ക് കൊണ്ടുവന്ന് സൂപ്പ് തന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സൂപ്പിലങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ മട്ടൻ്റെ ഒരു അടിപൊളി സൂപ്പാണ്, വലിയ സ്പൈസി ഒന്നും അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ രഞ്ജിനിയുണ്ട്. രഞ്ജിനി സൂപ്പൊക്കെ കുടിച്ച് വിട്ടിരിപ്പുണ്ട്, നമ്മുടെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഹമൂർ ഫിഷാണ്. അതിതാ നല്ല നൂൽ പൊറോട്ടയൊക്കെ ആയിട്ട് അത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ തന്നെ ഒരു രസമുണ്ട്. എല്ലാം ഇങ്ങനെ വാഴയിലൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഫിഷ് പൊള്ളിച്ചതാണ്, അതാണ് ഇങ്ങനെ വാഴയിലൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കെട്ടൊക്കെ അഴിച്ച് നമുക്ക് ചെറിയൊരു സൈസ് എടുത്തു. എന്നിട്ട് നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വാവ്, കൊള്ളാം. ഒരു ഫിഷിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും ഇവിടുത്തുകാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂടെ ഒരു പൊറോട്ടയൊക്കെ എടുത്തു. പൊറോട്ട ഇതോടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണല്ലോ. പിന്നെ ബീഫ്, അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു. അതെല്ലാം നമ്മൾ കഴിച്ചങ്ങ് തീർത്തു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ഗുഡ് മോർണിംഗ്. അങ്ങനെ ദുബൈയിലെ നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റൂമിൽ നിന്ന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ താമസിച്ച റൂം. അപ്പോൾ ഈ കാണുന്ന ബാക്കിലെ വാൾപേപ്പറും ഇത് റമദായുടെ ഒരു കിഡ് റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, നന്നായിട്ടൊക്കെ സെറ്റായിരുന്നു. ഞങ്ങൾ ഈ അലങ്കോലമൊക്കെ ആക്കി വെച്ചിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പറായിരുന്നു ഇത്. ഇവിടെ ആയിട്ട് രണ്ട് കൗച്ചുണ്ട് നമുക്കിരിക്കാൻ. നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ കാര്യങ്ങൾ, ടേബിള്, ചെയർ, ഒരു TV കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇതാണ് വാഷ്റൂമും ഇൻസൈഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ദുബൈയിലെ ആദ്യത്തെ പരിപാടി നമ്മൾ മിറാക്കിൾ ഗാർഡൻ കാണുകയായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരുന്നു പരിപാടികൾ. നമ്മൾ കുറേയധികം നടന്ന് നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോണോറയിലെടുത്ത് നേരെ പോയത് പാം ജുമരയിലേക്കാണ്. അവിടുത്തെ ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അതിനുശേഷം നമ്മൾ വന്നെത്തിയത് ദുബൈ ഫ്രെയിമിലേക്കായിരുന്നു. അതും ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് നമ്മൾ ആ ടൈമൊക്കെ കീപ്പ് ചെയ്ത് നമ്മൾ ദുബൈ ഫ്രെയിമിൽ എത്തി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയുള്ള നടപ്പ്, അതേപോലെ തന്നെ ഓൾഡ് ദുബൈ, ന്യൂ ദുബൈയുടെ ആ ഒരു രണ്ട് സൈഡിലെ കാഴ്ചകളും വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ദുബൈ മാളിലേക്കാണ് പോയത്. ദുബൈ മാളിൽ കുറേ അധികം കാഴ്ചകളാണ്. നമ്മൾ നടന്നാലും തീരാത്ത പോലുള്ള കാഴ്ചകളാണ് ദുബൈ മാളിലുള്ള കുറേയധികം ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. വേൾഡിൽ തന്നെ ബെസ്റ്റ് ഒരു മാള് തന്നെയാണ് ദുബൈ മാള്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബുർജ് ഖലീഫ. അതിന് 7 o'clock ടിക്കറ്റ്. അതെടുത്ത് ടോപ്പിൽ പോയി. പിന്നെ അതിനുശേഷം ഫൗണ്ടൻ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അന്നത്തെ ദിവസം അവസാനിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏറ്റവും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതായത് ദുബൈയുടെ വരും കാലം എങ്ങനെയാണെന്ന് നമ്മളെ വരച്ച് കാണിക്കുന്നത്, ലോകത്തിന് മുമ്പിൽ എങ്ങനെയായിരിക്കും ദുബൈ എത്തുക എന്നുള്ള വളരെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പരിപാടിയായിരുന്നു അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതിനുശേഷം പോയത് ഡെസേർട്ട് സഫാരിക്കാണ്. അപ്പോൾ അതിനകത്ത് മസ്റ്റായിട്ടുള്ള കാർഡ് ബൈക്കിങ്, അത് പൊളിയായിരുന്നു. നമ്മൾ ആ ഒരു ഡെസേർട്ടിനകത്തൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അടിപൊളി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, അവരുടെ അൺലിമിറ്റഡ് ഫുഡ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു സെക്കൻഡ് ഡേയുടെ അവസാനം. അതും കഴിഞ്ഞ് തേർഡ് ഡേ നമ്മൾ മോർണിംഗ് പോയത് ഗോൾഡ് സൂക്കിലേക്കാണ്. ഗോൾഡ് സൂക്കിൽ നമുക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 1-2 പരിപാടി ഇട്ടു. പക്ഷേ അതൊരു 1.5 പോക്കായിരുന്നു. അത് നമ്മൾ ഫിനിഷ് ചെയ്ത ദിവസം 3:30 വരെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേയധികം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്
ഗോൾഡ് പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. ഡിസൈൻസ് കാര്യങ്ങൾ കുറേ അധികം ഷോപ്പുകളിലൊക്കെ കയറിയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത്. പിന്നെ അവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെസ്ലയുടെ സൈബർ ട്രക്ക്, ഗോൾഡ് ട്രക്ക് 24 ക്യാരക്ടറിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ട്രക്ക് നമ്മൾ കണ്ടു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്കായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി കൊച്ചിയിലെത്തിയപ്പോൾ നമ്മുടെ ഡാഡിയും പപ്പായൊക്കെ വന്നിട്ടുണ്ടായി ഞങ്ങളെ റിസീവ് ചെയ്യാൻ. അവിടെ നിന്ന് നേരെ നമ്മുടെ തനി നാടൻ തട്ടുകടയിൽ പോയി ഒരു ചായയും കടിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് അങ്ങ് പോയി. അങ്ങനെയായിരുന്നു നമ്മളുടെ ഈ ഒരു കാനഡയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര. ഇപ്പം നമ്മൾ ദുബൈയിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലെത്തി നല്ല തിരക്കുള്ള സമയം, അതുകൊണ്ടാണ് അതൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി ഡിലേ വന്നത്. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1-2 വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇനിയിപ്പം നാട്ടിലെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ അടിപൊളി നാടൻ കാഴ്ചകളും ദുബൈ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോകൾ വരുന്നതാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.